ഹായ് ഹലോ, ഇന്ന് ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ്സാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ അതേ അളവിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ള നിറമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് തന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ലൂസ് ആവാതെ നോക്കണം കേട്ടോ. എൻ്റെ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അതാ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് കിട്ടണം. അപ്പോൾ മുട്ട എന്തായാലും ചേർത്ത് കൊടുക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ അതാ ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. അതാ പക്കവടക്ക് ഇട്ട് കൊടുക്കുന്ന അതുപോലെ തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്